സമർപ്പണം എന്നത് തോൽവിയല്ല, മറിച്ച് പ്രപഞ്ചവുമായി നമ്മൾ നടത്തിവന്ന പോരാട്ടം അവസാനിപ്പിക്കലാണ്. ജീവിതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തി ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ശാഖയെ മുറുക്കെ പിടിച്ചു പേടിച്ചിരിക്കുന്ന ഇലയല്ല, കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്ന ഇലയാകണം നമ്മൾ. ഞാനാണ് ചെയ്യുന്നതെന്ന അഹങ്കാരം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ വെറും ഉപകരണങ്ങളായി മാറും. നമ്മിലൂടെ പ്രപഞ്ചം അതിൻ്റെ മനോഹരമായ കവിതകൾ എഴുതട്ടെ. അപ്പോൾ അവിടെ ഭാരമില്ല, കേവലം ആനന്ദം മാത്രം. മൺകുടമുടയുമ്പോൾ ഉള്ളിലെ വായു പുറത്തെ അനന്തമായ ആകാശവുമായി ലയിക്കുന്നത് പോലെ നമ്മുടെ അഹങ്കാരം എന്ന മൺകുടമുടയുമ്പോൾ നമ്മൾ പ്രപഞ്ചമായി മാറുകയാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ഒരേ ശക്തിയുടെ അംശമാണ്. അവിടെ വേർതിരിവുകളില്ല, അനന്തമായ ശാന്തി മാത്രം. നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ്റെ 11ാം ഭാഗത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 10ാം ഭാഗം വരെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു, കർമ്മം ചെയ്തു, ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ ഈ 11ാം ഭാഗത്ത് നമ്മൾ മറ്റൊരു വലിയ സത്യത്തിലേക്ക് ഉണരുകയാണ്. നമ്മൾ ഇതുവരെ കരുതിയത് നമ്മളാണ് ഈ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്നാണ്. എന്നാൽ സമർപ്പണം എന്നത് ഒരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ പ്രപഞ്ചത്തോട് മത്സരിക്കേണ്ടവരല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഒഴുകേണ്ടവരാണ്. പലരും വിചാരിക്കുന്നത് സമർപ്പണം എന്നാൽ തോൽവിയാണെന്നാണ്. എന്നാൽ ഓർക്കുക, സമർപ്പണം എന്നത് ഒരു യുദ്ധത്തിൽ തോൽക്കുന്നതല്ല, മറിച്ച് യുദ്ധം തന്നെ അവസാനിപ്പിക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനോട് പൊരുതുന്നത് നിർത്തുമ്പോൾ അവിടെയാണ് യഥാർത്ഥ വിജയം സംഭവിക്കുന്നത്. ഒരു മരത്തിൻ്റെ ശാഖയിൽ ശരത്കാലത്ത് ബാക്കിയായ ഒരു ഇലയുണ്ടായിരുന്നു. തണുത്ത കാറ്റ് വീശിയപ്പോൾ ആ ഇല വലിയ ഭയത്തിലായിരുന്നു. തന്നെ മരത്തിൽ നിന്ന് അടർത്തി മാറ്റി ഭൂമിയിൽ വീഴ്ത്തുമല്ലോ എന്ന ഭയം. അത് ശാഖയെ മുറുക്കെ പിടിച്ചു കിടന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഇല തൻ്റെ ഭയം ഉപേക്ഷിച്ചു. അവിടെ ഞാൻ ഈ മരത്തിൻ്റെ ഭാഗമാണ്, ഈ പ്രകൃതിയുടെ ഭാഗമാണെന്ന് അത് തിരിച്ചറിഞ്ഞു. കാറ്റ് വീശിയപ്പോൾ അത് ശാഖയിൽ നിന്നുള്ള പിടുത്തം വിട്ടു. കാറ്റിൻ്റെ ദിശയ്ക്കൊപ്പം അത് മെല്ലെ നൃത്തം ചെയ്തു. അത് ഭൂമിയിൽ ചെന്ന് വീണപ്പോൾ അതിന് മനസ്സിലായി, താൻ ഇല്ലാതാവുകയല്ല, മറിച്ച് ഈ മണ്ണിൻ്റെ ഭാഗമായി മാറുകയാണെന്ന്. ആ ഇല മണ്ണിൽ അലിഞ്ഞ് മരത്തിന് വളമാകുകയും പുതിയൊരു ജീവനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളും ആ ഇലയെപ്പോലെ നമ്മുടെ അവസ്ഥകളോട്, ബന്ധങ്ങളോട്, പരാതികളോട് മുറുകെ പിടിച്ചിരിക്കുകയല്ലേ. സമർപ്പണം എന്നാൽ ആ പിടുത്തം വിടുക എന്നതാണ്. നീ ഒന്നിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട, കാരണം പ്രപഞ്ചം നിന്നേക്കാൾ നന്നായി നിന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ ഞാനെന്ന അഹങ്കാരത്തെ ഒന്ന് അഴിച്ചു മാറ്റിയാൽ പ്രപഞ്ചത്തിൻ്റെ മഹാശക്തി നമ്മെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാത്ത ഉയരങ്ങളിലേക്കായിരിക്കും. വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുകയല്ല, മറിച്ച് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ പിടി അയയുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന് പുതിയ നിധികൾ നമ്മിലേക്ക് നൽകാൻ കഴിയൂ. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞത്, നീ ഈ ശരീരമല്ല, നീ കർമ്മങ്ങളുമല്ല, നീ ആ സാക്ഷിയാണെന്നാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നു എന്ന ചിന്തയാണ് ഭാരമുണ്ടാക്കുന്നത്. എന്നാൽ പ്രപഞ്ചം എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന ബോധത്തിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അവിടെ ഭാരമില്ല. ആ ഒരു നിമിഷം നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. സമർപ്പണം എന്നത് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയല്ല, മറിച്ച് എല്ലാം പ്രപഞ്ചത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാനുള്ള ധൈര്യമാണ്. ആ ധൈര്യമുള്ളവനാണ് പ്രപഞ്ചത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുന്നത്.
നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്വസിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഊർജമുള്ളിലേക്ക് നിറയുന്നു. നിശ്വസിക്കുമ്പോൾ നമുക്കുള്ളിലെ എല്ലാ ഭാരങ്ങളും ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുകയാണ്. ഞാൻ നിൻ്റേതാണ്, നീ എന്നിലൂടെ ഒഴുകുന്നു എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കാം. നമുക്ക് നമ്മളെല്ലാം വിട്ടുകൊടുക്കാൻ പഠിച്ചു. എന്നാൽ ഞാനെല്ലാം വിട്ടുകൊടുത്തു എന്നൊരു തോന്നൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതും അഹങ്കാരമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനെന്നൊരു കർത്താവുണ്ട്. ഈ ഞാനാണ് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളുടെയും കാരണവും. നമ്മൾ വിജയങ്ങൾ നേടുമ്പോൾ അഹങ്കരിക്കുകയും പരാജയപ്പെടുമ്പോൾ സങ്കടപ്പെടുകയും ചെയ്യുന്നത് ഈ ഞാൻ നമുക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഞാനല്ല ഇത് ചെയ്യുന്നത്, പ്രപഞ്ചം എന്നിലൂടെ ചെയ്യുകയാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെ ഭാരമില്ലാത്ത ഒരു ജീവിതം തുടങ്ങുകയാണ്. ഒരു മഹാനായ കവി ഒരു കവിത എഴുതുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു പഴയ തൂലികയുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ കവിതകൾ ലോകം മുഴുവൻ പ്രശംസിക്കപ്പെട്ടു. ആളുകൾ ആ കവിയെ വന്ന് അഭിനന്ദിച്ചു. നിങ്ങളുടെ കൈകൾക്ക് എന്ത് മാന്ത്രികതയാണ്, എത്ര മനോഹരമായാണ് നിങ്ങൾ ഈ കവിതകൾ കൊരുത്തത്. കവി പുഞ്ചിരിച്ചുകൊണ്ട് ആ തൂലികയെ ഉയർത്തിക്കാട്ടി പറഞ്ഞു, ഇതിലൊരു അത്ഭുതവുമില്ല, ഈ തൂലിക വെറും മരവും മഷിയുമാണ്. ഇതിനെ ചലിപ്പിക്കുന്ന കൈകളാണ് കവിത എഴുതുന്നത്. എന്നാൽ ആ കൈകളിലൂടെ കവിത എഴുതുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമാണ്. ഞാൻ വെറും ഒരു നിമിത്തം മാത്രം. ആ കവി പറഞ്ഞതുപോലെ നമ്മളും ഈ പ്രപഞ്ചം ഉപയോഗിക്കുന്ന ഒരു തൂലിക മാത്രമാണ്. നമ്മൾ നമ്മളിൽ നിന്ന് ഉത്തരവാദിത്തത്തെ മാറ്റിവെക്കുമ്പോൾ നമ്മൾ ഒരു ഉപകരണമായി മാറുകയാണ്. നീ നിന്റെ അഹങ്കാരത്തെ ഒരു തടസ്സമായി വെക്കാത്തിടത്തോളം പ്രപഞ്ചത്തിന് നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനെയെങ്കിലും ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ പ്രവാഹം നിലയ്ക്കപ്പെടുകയാണ്. എന്നാൽ ഇത് പ്രപഞ്ചത്തിൻ്റെ ലീലയാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രവാഹം കൂടുതൽ ശക്തിപ്പെടും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ ഇല്ലാതാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥ സൃഷ്ടി നടക്കുന്നത്. പ്രകൃതിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, നീ വെറും സാക്ഷിയാണെന്നാണ് അഷ്ടവക്രൻ പഠിപ്പിച്ചത്. നമ്മൾ നടക്കുമ്പോൾ കാലുകൾ നടക്കുന്നു, നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തു വരുന്നു, നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സ് ചിന്തിക്കുന്നു. ഇതിലൊന്നും നമ്മളെന്നൊരു കർത്താവില്ല, ഉണ്ടോ? നമ്മളവിടെ വെറും സാക്ഷികളാണ്. ഈ സാക്ഷിഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുമെന്ന ഭയമില്ല, വിജയിക്കണമെന്ന അഹങ്കാരവുമില്ല. അവിടെ വെറും നിലനിൽപ്പ് മാത്രമല്ലേ ഉള്ളൂ. ഈ അവസ്ഥയിൽ നിൽക്കുന്നവനാണ് ഏറ്റവും വലിയ കർമ്മവീരൻ. കാരണം അവൻ്റെ കർമ്മങ്ങൾ ഭാരമില്ലാത്തവയാണ്. അവൻ്റെ കൈകളും കാലുകളും മനസ്സുമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഉപകരണങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ കേവലം സാക്ഷിയായി ഈ ശരീരത്തിൽ ഇരിക്കുന്നു, ഞാൻ ചെയ്യുന്നില്ല, പ്രപഞ്ചം എന്നിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മന്ത്രിക്കാം. നമ്മളിവിടെ ഞാനല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മളെ നയിക്കാൻ ഒരു മഹാശക്തിയുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ഒഴുക്ക്. ഒരു പുഴ എങ്ങനെയാണോ കടലിലേക്ക് ഒഴുകുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തെയും പ്രപഞ്ചം എപ്പോഴും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മളൊരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ തുഴയുന്നതിനേക്കാൾ പ്രധാനമാണ് ആ കപ്പലിനെ കൊണ്ടുപോകുന്ന ഒഴുക്കിനെ വിശ്വാസത്തോടെ പിന്തുടരുക എന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ആ ഒഴുക്കിനെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. ഒരു കൊച്ചു മഴത്തുള്ളി ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അത് വലിയ ഭയത്തിലായിരുന്നു. ഞാൻ താഴേക്ക് വീണ് മണ്ണിലലിഞ്ഞ് ഇല്ലാതായി പോകുമോ എന്ന് മഴത്തുള്ളി പേടിച്ചു. പക്ഷെ അത് താഴേക്ക് വീഴുമ്പോൾ കണ്ടു അതിൻ്റെ കൂടെ കോടിക്കണക്കിന് മഴത്തുള്ളികൾ വരുന്നത്. അവയെല്ലാം ചേർന്ന് താഴെ വലിയൊരു നദി രൂപപ്പെട്ടിരിക്കുന്നു. ആ മഴത്തുള്ളി ആ നദിയിലേക്ക് പതിച്ചു. അത് ചിന്തിച്ചു, അയ്യോ ഞാൻ ഇല്ലാതായല്ലോ. പക്ഷേ നദിയിൽ അലിഞ്ഞപ്പോൾ അതിന് മനസ്സിലായേ, താൻ ഇല്ലാതാവുകയല്ല, താനിപ്പോൾ നദിയാണെന്ന്, താനിപ്പോൾ സമുദ്രത്തിലേക്ക് ഒഴുകുകയാണെന്ന്,
താനിപ്പോൾ അനന്തമാണെന്ന്. ആ മഴത്തുള്ളിയെപ്പോലെ നമ്മളും നമ്മളിലെ ആ ഞാനെന്ന ചെറിയ തുള്ളിയെ പ്രപഞ്ചമെന്ന നദിയിൽ അലിയിപ്പിക്കണം. നമ്മൾ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മെ തന്നെ ഉയർത്തുകയാണ്. ഓഷോ പറഞ്ഞിട്ടുണ്ട്, നീ ഒഴുക്കിനെ എതിർക്കരുത്, നീ ഒഴുക്കായി മാറുകയെന്ന്. ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ വരും, ചിലപ്പോൾ സന്തോഷങ്ങൾ വരും. എന്നാൽ ഒഴുക്കിനെ അറിയുന്നവൻ എപ്പോഴും ശാന്തനാണ്. അവൻ നദിയിലേക്ക് ചാടാൻ ഭയക്കില്ല, അവൻ അലിയാൻ തയ്യാറാണ്. അലിയുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. നമ്മൾ തന്നെയാണ് ആ ഒഴുക്ക്. സമുദ്രവും തിരമാലയും ഒന്നാണ്, നമ്മളും പ്രപഞ്ചവും രണ്ടല്ല. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൽ അലിയുമ്പോൾ നമ്മൾ എവിടെയാണ് അവസാനിക്കുന്നത്, എവിടെയാണ് പ്രപഞ്ചം തുടങ്ങുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും വലിയ സമർപ്പണം. എനിക്കെന്ത് സംഭവിക്കുമെന്നുള്ള പേടി പോലും മാറുന്നത് ഈ തിരിച്ചറിവിലൂടെയാണ്. പ്രപഞ്ചം ഒരു കാലത്തും അതിൻ്റെ ഭാഗമായ നമ്മളെ ഉപേക്ഷിക്കില്ല. നമ്മൾ ആ ഒഴുക്കിനെ വിശ്വസിച്ചാൽ മാത്രം മതി. അത് നമ്മെ സുരക്ഷിതമായ ലക്ഷ്യത്തിലെത്തിക്കും. നമ്മിലെ അഹങ്കാരത്തെ ഒരു ചെറിയ മഞ്ഞുകട്ടയായി സങ്കല്പിച്ചുകൊണ്ട് അത് പ്രപഞ്ചമെന്ന സൂര്യപ്രകാശത്തിൽ ഉരുകി ഒരു നദിയായി ഒഴുകുന്നത് കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് ഞാൻ നദിയാണ്, ഞാൻ കടലാണെന്ന് മന്ത്രിക്കാം. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കായി മാറുക. നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? നാളെ എന്ത് സംഭവിക്കണം, ആഗ്രഹങ്ങൾ എങ്ങനെ സഫലമാകണം, ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ നിയന്ത്രണം യഥാർത്ഥത്തിലൊരു ഭ്രമമാണ്. ലാവോസു തൻ്റെ താവോ ദർശനത്തിലൂടെ പറയുന്നത് ഈ പ്രപഞ്ചം ഒരു പന്തിനെ പോലെയാണെന്നാണ്. അതിനെ ആരും നിയന്ത്രിക്കേണ്ടതില്ല, അത് സ്വയം ഉരുണ്ടുകൊണ്ടിരിക്കുമെന്ന്. നമ്മൾ ഈ പന്തിനെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അവിടെ ദുസ്സഹമായി തീരുന്നത്. പണ്ട് ചൈനയിൽ ഒരു കർഷകനുണ്ടായിരുന്നു. തൻ്റെ വയലിലെ നെൽച്ചെടികൾ വളരെ പതുക്കെയാണ് വളരുന്നത് എന്ന് കണ്ട് അയാൾക്ക് വലിയ നിരാശ തോന്നി. ഇവ പെട്ടെന്ന് വളരണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ ഓരോ ചെടിയുടെ അടുത്ത് പോയി അവയെ പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ ചെടികളും ഉണങ്ങിപ്പോയി. അവൻ വിചാരിച്ചത് താൻ ചെടികളെ സഹായിക്കുകയാണെന്നാണ്. എന്നാൽ സത്യത്തിൽ പ്രകൃതിയുടെ വളർച്ചയിൽ അവൻ അനാവശ്യമായി ഇടപെടുകയാണ് ചെയ്തത്. ചെടിക്ക് വേണ്ടത് മണ്ണും വെള്ളവും സൂര്യപ്രകാശവും മാത്രമാണ്, അതിനെ വലിച്ചു നീട്ടുവാനുള്ള അഹങ്കാരമല്ല. ആ കർഷകനെ പോലെ നമ്മളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വലിച്ചു നീട്ടാൻ ശ്രമിക്കുകയല്ലേ? ഇതിനെയാണ് ലാവോസു വൂവേ അഥവാ പ്രയത്നമില്ലാത്ത പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളിൽ ഇടപെടാതെ ഒഴുക്കിനൊപ്പം നീങ്ങുകയാണ് വേണ്ടത്. ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ വിതയ്ക്കുക, പിന്നെ അതിനെ വിട്ടുപിടിക്കുക. അതിനെ എങ്ങനെ വളർത്തണമെന്ന് പ്രപഞ്ചത്തിന് നന്നായിട്ടറിയാം. നമ്മളൊരു ഗാർഡനറെ പോലെയാകണം. ചെടിക്ക് വളം നൽകാം, പക്ഷെ ചെടിയോട് വളരാൻ കൽപ്പിക്കരുത്. നിയന്ത്രണം വിടുമ്പോൾ മാത്രമാണ് ജീവിതം അതിൻ്റെ ഏറ്റവും മനോഹരമായ പൂക്കൾ വിരിയിക്കുകയുള്ളൂ. ലാവോസ് പറയുമായിരുന്നു, നിങ്ങളൊന്നിനെയും സ്വന്തമാക്കാൻ ശ്രമിക്കരുതെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഉടമയാകുമെന്ന്. നമ്മൾ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തടവുകാരനാകുകയാണ്. എന്നാൽ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആസ്വാദകനാകും. ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തെ തടയാൻ നോക്കുന്നവനാണ് ഏറ്റവും വലിയ മണ്ടൻ. മാറ്റത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവൻ നദിയിലെ ഒഴുക്കിനെ പോലെ എപ്പോഴും പുതിയ ഭാവങ്ങളുമായി ജീവിക്കും. നമ്മുടെ കർമ്മം എന്നത് ഫലത്തെ പിടിച്ചുകെട്ടുവാനുള്ളതല്ല, മറിച്ച് ഓരോ നിമിഷവും പുതിയതായി പിറക്കുവാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുക്കെ പിടിച്ചിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് വിട്ടുകളയാം.
കൈകൾ തുറന്നു പിടിച്ച് നമ്മുടെ കയ്യിൽ നിന്നൊരു പക്ഷിയെ പറത്തിവിടുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളെയും ഭാവിയെയും പ്രപഞ്ചത്തിൻ്റെ കൈകളിലേക്ക് പറത്തിവിടാം. ഞാൻ നിയന്ത്രിക്കുന്നില്ല, ഞാൻ അനുഭവിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ പിന്നെ നിയന്ത്രണമല്ല, അവിടെ ലയനമാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ ക്ഷമ, ഒഴുക്ക്, നിയന്ത്രണമില്ലായ്മ എന്നിവയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു അതിരുകളുമില്ല എന്നതാണ്. ഞാനെന്ന വ്യക്തിത്വവും പ്രപഞ്ചമെന്നൊരു ശക്തിയും തമ്മിൽ വെറുമൊരു സങ്കല്പപരമായ ഒരു അകലം മാത്രമേ ഉള്ളൂ. ഒരു മൺകുടത്തിനുള്ളിലെ വായുവും പുറത്തെ വായുവും ഒന്നാണ്. കുടമുടയുമ്പോൾ ഉള്ളിലെ വായു പുറത്തെ അനന്തമായ വായുവിൽ ലയിക്കും. അതാണ് സമ്പൂർണ്ണ ലയനം. പണ്ടൊരു സന്യാസി ഒരു മൺകുടവുമായി നടക്കുകയായിരുന്നു. അറിയാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ കുടം നിലത്ത് വീണ് ഉടഞ്ഞുപോയി. ഉടനെ അദ്ദേഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളവർ അത്ഭുതത്തോടെ ചോദിച്ചു, സ്വാമി, താങ്കളുടെ കുടം ഉടഞ്ഞല്ലോ, പിന്നെന്തിനാണ് ഈ ചിരി? സന്യാസി മറുപടി പറഞ്ഞു, ഈ കുടം പൊട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും കാലം ഞാൻ എൻ്റെ കുടത്തിനുള്ളിൽ ഒതുക്കിപ്പിടിച്ച അതേ വായു തന്നെയാണ് ഈ ചുറ്റുമുള്ള ആകാശത്തും നിറഞ്ഞിരിക്കുന്നത്. എൻ്റെ കുടം ഉടഞ്ഞപ്പോൾ ഞാൻ അനന്തമായി മാറി. കുടമെന്നത് നമ്മുടെ ശരീരവും അഹങ്കാരവുമാണ്. അതുടയുമ്പോൾ നമ്മൾ പ്രപഞ്ചമായി മാറുകയാണ്. നമ്മുടെ അഹങ്കാരം എന്ന മൺകുടം ഉടയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമായി മാറുകയാണ്. ലാവോസ് പറഞ്ഞതുപോലെ പേരില്ലാത്തതാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം, പേരുകളുള്ളതാണ് അതിൻ്റെ വികാസം. നമ്മൾ ഞാനെന്ന പേര് നൽകി നമ്മളെ ഒതുക്കുമ്പോഴാണ് നമ്മൾ പരിമിതരാകുന്നത്. ഈ പേര് ഉപേക്ഷിച്ച് പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ അവിടെ നമ്മൾ അനന്തമായ പ്രശാന്തതയെ കണ്ടെത്തും. ഈ ലയനം എന്നത് നമ്മൾ മരിക്കലല്ല, മറിച്ച് നമ്മുടെ പരിമിതിയിൽ മരിക്കലാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രപഞ്ചമായി മാറാൻ നമുക്ക് സാധിക്കും. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ പിന്നെ നമുക്ക് പ്രാർത്ഥനകളുടെ ആവശ്യമില്ല. കാരണം നമ്മൾ പ്രാർത്ഥന തന്നെയായി മാറുകയാണ്. നമ്മൾ സൃഷ്ടിയുടെ ഭാഗമായി മാറുമ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ ചോദിക്കേണ്ടതില്ല. കാരണം സകലതും നമ്മളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കും. ഇതാണ് അദ്വൈതത്തിൻ്റെ പാരമ്യം. നദി കടലിൽ അലിയുമ്പോൾ നദിക്ക് പിന്നെ പേരും രൂപവുമില്ല, അത് കടൽ മാത്രമാണ്. അതാണ് നമ്മുടെയും അവസ്ഥ. ഈ 11ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. സമ്പൂർണ്ണ സമർപ്പണം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഞാനില്ല, ഈ പ്രപഞ്ചം മാത്രമെന്ന ബോധത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. ഇനിയൊരാഗ്രഹവും നമ്മളെ അലട്ടില്ല, കാരണം നമ്മൾ പൂർണ്ണതയിലാണ്. ഈ യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തി. നമ്മുടെ ജീവിതം ഇനി ഒരു നൃത്തമാണ്, ഒരാഘോഷമാണ്. അടുത്ത ഘട്ടത്തിൽ ഈ ലയനത്തിനു ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഈ ആത്മീയമായ മാറ്റം എങ്ങനെ നമ്മുടെ ഭൗതിക ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങളിലെ ആ അനന്തമായ ചൈതന്യത്തെ ഞാൻ വന്ദിക്കുന്നു. സ്നേഹപൂർവ്വം ദിവ്യബോധം. നന്ദി, നമസ്കാരം.